ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വീട്ടിനടുത്തുള്ള പ്രകൃതിയോട് ഇണങ്ങിയ പാടശേഖരത്തിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സമയം 5:45 കഴിഞ്ഞ് 6 മണിയോട് അടുക്കാനായി. നമ്മുടെ സൂര്യൻ താഴ്ന്നു, അപ്പോൾ ഇരുട്ടാവാനായി. അപ്പോൾ ലൈറ്റിൻ്റെ ഭയങ്കര വെളിച്ചം കുറവുണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് രാജേഷ് മലക്കാട്ടിൽ എന്ന് പറയുന്ന സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലക്കാട് ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രേംദീപ് എന്ന് പറയുന്ന സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനമായിരുന്നു കേട്ടോ എന്നുണ്ടായിരുന്നത്. അത് ഉദ്ഘാടന അതിഥിയായി വന്നത് നമ്മുടെ പ്രിയങ്ക നായരായിരുന്നു. സിനിമ ആക്ട്രസ് ആയിട്ടുള്ള പ്രിയങ്ക നായർ. നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ മൂവിയായ ഇവിടം സ്വർഗമാണ് എന്ന സിനിമയിലൊക്കെ ഈ പ്രിയങ്ക നായർ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അനൗൺസ് ചെയ്തു റാഫി ഉള്ളി വിടും. ഓക്കെ, കുഴപ്പമില്ല. അത്ര സ്ഥലമുള്ള അവിടെ സ്ഥലം അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. റെഡിയല്ലേ സർ? ഓക്കെ, കട്ട് ചെയ്തോളൂ മാഡം അല്ലേ? ആ, ഓക്കെ ഓക്കെ. മാഡം ഒന്ന് ലുക്ക് വരുമോ? ചേട്ടാ മൊബൈലൊന്ന് ടിഷ്യൂ ഞാൻ കയറുന്നുണ്ട്. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് കൽപ്പാത്തി ചന്തം 2023 നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡും കൽപ്പാത്തി സമ്മാനമാണ്. അതിൽ ആദ്യത്തെ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ബിജു VK വാണിയംകുളം. ഒരു ഗോൾഡൻ റിംഗാണ് സമ്മാനമായി നൽകുന്നത്. ബിജു വാണിയംകുളം. രണ്ട് മേഡം മേഡം ഓക്കെ. പ്രതീഷ് കൊടുതിരപ്പള്ളി വന്നിട്ടുണ്ടോ? ഗോൾഡൻ സമ്മാനമാണ് സമ്മാനമായി.
സത്യൻ പിലായി. പ്രോത്സാഹന സമ്മാനമാണ്. കീർത്തി സുരേഷ്. കീർത്തി സുരേഷ്. ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികൾ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. സക്സസ് ആക്കി വലിയൊരു അച്ചീവ്മെന്റ് നടത്തി ഇപ്പം ഗവൺമെന്റ് അപ്ലിക്കേറ്റ് ആക്കി മാറ്റിയ വലിയ സാമൂഹ്യ പ്രവർത്തകയാണ്. നന്മയുടെ കലവറയാണ്. അതുകൊണ്ട് ഈ സിസ്റ്ററെ മാഡം അതിൽ ക്ലോത്ത് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കി മാഡം. ദേവട്ട ഒന്ന് ഫ്രണ്ടിക്ക് പോ. ദേവട്ട അല്ല മാഡം 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 സിസ്റ്റർ ശ്രീ തങ്കച്ചൻ സാർ. സിസ്റ്റർ തങ്കച്ചേട്ടൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. സർക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് നിരന്തരം ഭക്ഷണം കഴിഞ്ഞ 10 കൊല്ലമായി കൊടുത്തുകൊണ്ടിരിക്കുകയും തെരുവിൽ കിടക്കുന്ന വയോവൃദ്ധരായ ആളുകളെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്ന ഒരു മഹാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയും ഇന്ന് ഇവിടെ ആദരിക്കും. ചേട്ടാ കൈ കൈ മാഡം 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 കുറച്ച് ഒന്ന് അങ്ങോട്ട് ഫേസ് എന്നാ മതി. ഒരു ആ സ്ഥാപനത്തിലേക്ക് ഒരു ചെറിയൊരു തുക നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ എംപിയുടെ വൈഫ് കൊടുക്കുന്നത്. മാഡം വലിയ മാധ്യമങ്ങളൊക്കെ വാർത്ത ഉണ്ടാവും. ഈ നമ്മള് തൊടാൻ അറയ്ക്കുന്ന ആളുകളെ പോലും എടുത്ത് അവരെ സംരക്ഷിച്ച് അവരെ ഒരു പോലീസിൽ നിന്ന് വിഭിന്നമായ രീതിയിലൊരു വ്യക്തിത്വമാണ്, ഒരു മഹനീയമായ വ്യക്തിത്വമാണ്. അവരെ കൂടി നമ്മൾ ഈ വേദിയിൽ ആദരിക്കാം. നമ്മുടെ കൗൺസിലർ സ്മിതേഷ്. കൗൺസിലറല്ല, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങളുടെ ഒരു അഭിനയകാംക്ഷ കൂടിയാണ്. ശശികുമാർ. സ്മിതേഷ് ഭായ് കുറച്ച് ശശികുമാർ വാർഡ് കൗൺസിലറാണ്. യേശുദാസിന്റെ തബലിസ്റ്റ് കൂടിയാണ്. പാലക്കാടിന്റെ കലാകാരനാണ്. ഓക്കെ, അടുത്ത നമ്മള് പ്രിവിലേജ് കാർഡ്, ലോയൽ കാർഡ്. ആ കാർഡ് നമ്മൾ എല്ലാ നമ്മുടെ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നതാണ്. ആ കാർഡിന്റെ ലോഞ്ചിങ് ആണ്. അത് മോഹൻ സാറ് കൈമാറിയാണ്. ഇവിടെ കുറച്ചും കൂടെ ദേവട്ട കുറച്ച് അടുത്ത് വന്നു.
അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോട്ടേഴ്സ്, സ്ഥാപനത്തിന്റെ സെയിൽസ് പ്രൊമോട്ടേഴ്സിന്റെ അവരുടെ അംഗത്വ വിതരണം. സെയിൽസ് പ്രൊമോട്ടേഴ്സ് എല്ലാവരും വരും. സെയിൽസ് പ്രൊമോട്ടേഴ്സ് എല്ലാവരെയും ക്ഷണിച്ചു കൊടുക്കും. പാലക്കാട് എപ്പോഴും ചെറിയ പ്രായം തൊട്ട് പക്ഷേ കഥകളിൽ പല കഥകളിൽ വന്ന് ഞാൻ പാലക്കാട് 14 ജില്ലകളിൽ ഒന്നെന്നുള്ളതാണ് അപ്പുറത്തേക്ക് കഥകളിൽ പലതും കേട്ടിട്ടാണ് പാലക്കാടിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് നാട്ടുപുറത്താണ്. അപ്പോൾ ചുറ്റിനും പാടവും പുഴയും ഒക്കെ ഉള്ളതാണ്. കേരളത്തിന്റെ നിലനിന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ പച്ചപ്പിനോടും ഒരു ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്ക് പാലക്കാട് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എനിക്ക് അവിടെയുള്ള ശരിക്കുള്ള പാടങ്ങൾ, ഇങ്ങനെ പച്ചപ്പിച്ച് കിടക്കുന്ന പാടങ്ങളാണ്. ഇതാണ് എൻ്റെ ചെറുപ്പത്തിലുള്ള പാലക്കാടിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ തുടങ്ങുന്ന അവിടെയാണ്. ടീനേജായി ഞാൻ അഭിനയിച്ച് തുടങ്ങുമ്പോൾ പല സിനിമകളും ഈ പാലക്കാട്, പാലക്കാട് ഒറ്റപ്പാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് വരും. അപ്പോൾ നമ്മൾ സിനിമാക്കാർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമാണ് പാലക്കാടും ഒറ്റപ്പാലം ഒക്കെ. ഈ അടുത്താണ് ഞാൻ ഒറ്റപ്പാലത്ത് ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ട് പോയത്. അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു കുറേ ദിവസം. കർണിക എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഏകദേശം ഒരു 10 ദിവസത്തിന് മേലെ ഞങ്ങളുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അവസാനം ഞാനിവിടെ പാലക്കാട് വരുന്നത് ഞാൻ അഭിനയിച്ച ജലം എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വിക്ടോറിയ കോളേജ്. ഞങ്ങളാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അവിടെ മുതൽ വളരെ വലിയൊരു സുഹൃത്താണ് അദ്ദേഹം, ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ അദ്ദേഹം നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ പാലക്കാട് എപ്പോഴും, അതായത് വിളിക്കുമ്പോഴെല്ലാം പാലക്കാടിനെ പറ്റിയിട്ടും ഇവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ നന്മയെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായി. ഇവിടെ എനിക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് കാര്യം, ഇപ്പൊ നമ്മളൊരു സംരംഭവുമായിട്ട് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മളവിടെ കാണുന്നത് അവിടെ വിജയികൾക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. അതിനപ്പുറത്തേക്ക് സമൂഹത്തില് ഒരുപാട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ആദരിക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു ചടങ്ങ് വീട്ടിൽ ഒരു സംരംഭവുമായിട്ട് അതിന്റെ ഒരു വിജയാഘോഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് എല്ലാ മനുഷ്യനും സമൂഹത്തിനോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം എടുത്ത് കാണിക്കണം സാർ. അതില് വലിയൊരു ആശംസ. അത് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ ചുറ്റിനുള്ള ഒരുപാട് നല്ലവരായ ആൾക്കാരെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ആദരിക്കുമ്പോൾ നമ്മൾ അടുത്തൊരു തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കാണ്, എപ്പോഴും അംഗീകാരം കിട്ടുമ്പോഴത്തേക്കാണ് മറ്റുള്ളവർക്കും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു വലിയ പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു കാര്യമാണ് മാതൃഭൂമിക്കും അത് വലിയ തരത്തിലുള്ള ആശംസ. എനിക്ക് ഒരുപാട് സന്തോഷം. മാതൃഭൂമിയായിട്ടൊക്കെ ചെറുപ്പം തൊട്ട് ഒരുപാട് സഹകരിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്മസ് അടുത്ത് വരുന്നു, പുതുവർഷം എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല കാര്യത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് അതിലേറെ സന്തോഷം. ഇത്രയും നല്ല മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് പോകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഈ വർഷത്തിനെക്കാട്ടിലും ഒരുപാട് നന്മയും നമ്മളെപ്പോഴും ഒരുപാട് പ്രതീക്ഷയോടെയാണല്ലേ അടുത്ത വർഷത്തെ നമ്മൾ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഈ പറഞ്ഞ പോലെ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തേക്ക് മാറ്റി വയ്ക്കും. 31st റെസൊല്യൂഷൻ എടുത്തിട്ട് ഒരിക്കലും അടുത്ത 31 നമ്മളിങ്ങനെ തിരിഞ്ഞ് അങ്ങനെ ആവരുത്. ഈ വർഷം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് 31 വരെ കാത്തിരിക്കരുത്. കുറേശ്ശെ നമ്മുടെ കുടിപ്പോന്നോന്ന് അറിയില്ല. അതാ ഞാൻ മയക്കുമെല്ലാം പറഞ്ഞ് അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. എങ്കിലും നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ സമയവും ശരിയായിട്ട്, ഒരു യാത്രയാണെങ്കിലും ഒക്കെ ശരിയായിട്ട് നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം തുടങ്ങണം, നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അത് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ മാറ്റി വയ്ക്കാം. അങ്ങനെയല്ല, നമ്മൾ ചെറിയ കാര്യം ഇപ്പോൾ ഒരു പുസ്തകം വായിച്ച് തുടങ്ങുന്നതാണെങ്കിലും എൻ്റെ തിരക്കൊക്കെ മാറ്റിയിട്ട് വായിക്കാം. അങ്ങനെയല്ല, വിചാരിച്ചോ അന്ന് തന്നെ തുടങ്ങാം. ചിലപ്പോൾ പറ്റുന്നത് ഒരു പേജായിരിക്കും. അത് നമ്മൾ തുടങ്ങിയാൽ 2 പേജാവും, 3 പേജാവും, 10 ദിവസമാകുമ്പോൾ തിരിഞ്ഞൊക്കെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ 10 പേജ് വായിച്ചിട്ടുണ്ടാവും. നമ്മൾ വർക്കൗട്ട് തുടങ്ങാം, നടന്നു തുടങ്ങാം, ഓടി തുടങ്ങാം. ഇതെല്ലാം നമ്മുടെ ജോലി. വിചാരിച്ചോ പുറപ്പെട്ടേക്കണം ആ നിമിഷം. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് അലാറം വെച്ച അതിങ്ങനെ വീണ്ടും അലാറം മാറ്റിയേക്ക് എഴുന്നേറ്റേക്കണം. അന്ന് നടക്കാൻ പറ്റണത്
ഒരു 100 സ്റ്റെപ്പായിരിക്കും, ആയിക്കോട്ടെ വീടിന് ചുറ്റുമായിരിക്കും. അവിടെ നിന്ന് തുടങ്ങിയാൽ 5ാമത്തെ ദിവസം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ വരുന്ന കുഞ്ഞു മാറ്റം പോലും നമ്മളുടെ ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് എല്ലാവർക്കും പ്രായം കൂടി വരികയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ സമയമാണ് കുറഞ്ഞു വരുന്നത്. നമ്മൾ ഓരോ വർഷവും നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മുന്നിലുള്ള ആ വിലമതിക്കാനാവാത്ത സമയമാണ്. ആ ഒരു ചിന്ത മാത്രം ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ അടുത്ത വർഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു വലിയ ഫംഗ്ഷനായിട്ട് എനിക്ക് ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റട്ടെ, നിങ്ങളെയൊക്കെ കാണാൻ പറ്റട്ടെ, അന്ന് നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാം ഈ ഒരു കഴിഞ്ഞ വർഷം കൊണ്ട് ഞാൻ ഒത്തിരി കാര്യം ചെയ്യും, അത് വലിയൊരു ഡിസ്കഷൻ വയ്ക്കാം നമുക്ക്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ്. കാര്യം ഓരോ വർഷവും 31 ഞാൻ കണക്കെടുക്കും, എന്തായിരുന്നു കഴിഞ്ഞ 31 വരെ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. കുഞ്ഞു കാര്യങ്ങളായിരിക്കും കേട്ടോ, പക്ഷെ വ്യക്തി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷത്തിനെക്കാളും എനിക്ക് വ്യക്തിപരമായി സന്തോഷം കിട്ടുന്ന രീതിയിൽ ഞാൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ വിജയം. മറ്റുള്ളവരുടെ കണ്ണിൽ അത് വലുതായിരിക്കും, പക്ഷെ നമ്മുടെ കണ്ണിൽ കണ്ടല്ലോ ഒരുപാട് ദൂരം ഒരു മാരത്തണാണ് നമ്മൾ ഓടി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ, ഇവിടെയുള്ള എല്ലാവർക്കും നമ്മൾ കാണുന്നത് കണ്ടിട്ട് നമ്മുടെ മക്കള് ചെയ്യും, ആ കുട്ടികൾ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ ഇത്തിരി സംസാരിക്കുന്നതല്ലോ, ഒത്തിരി സമൂഹത്തിന് പ്രചോദനമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ ഇവിടെ ആദരിച്ചൊരു വേദിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു യോഗ്യത വേണമല്ലേ. അപ്പൊ അതുകൊണ്ട് അവരോടൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും തന്നാലൊക്കുന്ന രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കള് മറ്റുള്ളവരെ നമ്മുടെ സമൂഹത്തിന് നമ്മൾ നന്നാവുന്നതോടെ നന്നാക്കാൻ പറ്റുകയാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ അടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷന് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളതല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് സന്തോഷവും പ്രതീക്ഷയല്ല നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള പുതുവത്സരാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ പ്രേംജി ജ്വല്ലറിയുടെ ഉദ്ഘാടനം സംബന്ധിച്ചോട് വരാനും എന്നെ ക്ഷണിച്ചതിന് ഏറെ സന്തോഷമുണ്ട്. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനും വരാനും ഒക്കെ ആഗ്രഹമുള്ളതാണ്. മിസ് പറഞ്ഞ പോലെ സംതൃപ്തി, അതാണ് ഏറ്റവും അല്ലാണ്ട് നമുക്ക് സാധാരണ രോഗങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും സംതൃപ്തിയും സന്തോഷത്തിനും കുറവാണ്. പിന്നെ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് പാലക്കാട് വളരെ ആക്റ്റീവാണ് അല്ലേ. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളായാലും അത് മനുഷ്യൻ സന്തോഷമുണ്ട്. നമ്മളിന്ന് മാറി മറിച്ചിട്ടുള്ളവരല്ല, പുതിയ കാര്യങ്ങളിലൂടെ നമ്മൾ വളരണം, സന്തോഷിക്കണം. അപ്പൊ ഈ വേദിയിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാണ്. എനിക്ക് സന്തോഷമാണ്, ഞാൻ എപ്പോഴും സന്തോഷിക്കുന്ന ആളാണ്. അയ്യോ, പിന്നെ ക്രിസ്മസ് നാളെയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനം. ക്രിസ്തുവിനാണ് മുന്നിൽ ഒന്നാണ്. എല്ലാവർക്കും ക്രിസ്തു ദൈവമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും തിരിച്ചും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്മസിന്റെ ആശംസകൾ. ഞങ്ങൾ എല്ലാവരെയും ക്രിസ്മസിന് പ്രാർത്ഥിക്കും. ജീവിതത്തിലെ എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംസാരിക്കണമെന്ന് തീരുമാനമെടുത്ത് വേണ്ട സംസാരിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ എനിക്കൊന്നാവണില്ല. കാരണം പ്രിയങ്ക മേഡം ഒരു അഭിനേത്രി അല്ല, അഭിനേത്രി മാത്രമല്ല, ഒരു മോട്ടിവേറ്റർ കൂടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കോരിത്തരിച്ച് നിൽക്കുവാണ്. ഇങ്ങനെ ഇത്രയും പോസിറ്റീവ് എനർജിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫിലിം വളരെ റയറാണ് ഇങ്ങനെ എല്ലാവരും അവനവന്റെ കാര്യം അവനവന്റെ സന്തോഷം ഇത് മാത്രമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അഭിനേതാക്കളുണ്ട്. എന്നിരുന്നാൽ പോലും നേരിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയാണ്. എനിക്ക് പറയാൻ വയ്യ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി മാം ഒരു വേദിയിൽ കയറി നിന്നിട്ട് സംസാരിക്കണം. ഈ മോട്ടിവേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് മാമിന്റെ ഒരു ദൈവ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇവിടുന്ന് തുടങ്ങിക്കോട്ടെ. താങ്ക് യു മാം. എല്ലാവർക്കും ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ, ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ദേവട്ടാ, മൊബൈൽ ഒന്നും കൊണ്ടോ
ഒന്നും കൂടി കിട്ടണില്ല. ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടെ അമർത്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.